ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാനുഷിക മുഖങ്ങളിൽ ഒന്നായി ലോകം വാഴ്ത്തിയ മദർ തെരേസയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കൊൽക്കത്തയിലെ ചേരികളിൽ മരണാസന്നരായവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച, അശരണർക്ക് ആശ്രയമായി മാറിയ ആ വെള്ള സാരി ഉടുത്ത സ്ത്രീയെ ലോകം ദൈവത്തിന്റെ മാലാഖ എന്ന് വിളിച്ചു. നോബൽ സമ്മാനങ്ങളും ഭാരതരത്നവും ഉൾപ്പെടെ നൂറുകണക്കിന് പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തി. എന്നാൽ ഈ വിശുദ്ധ പരിവേഷത്തിന് പിന്നിൽ അത്ര തന്നെ ഇരുണ്ടതും വിവാദങ്ങളും നിറഞ്ഞതുമായ ഒരു യാഥാർത്ഥ്യമുണ്ടോ? ദാരിദ്ര്യത്തെ സേവിക്കാനാണോ, അതോ ദാരിദ്ര്യത്തെ ലോകത്തിനു മുന്നിൽ വിൽക്കുവാനാണോ അവർ ശ്രമിച്ചത്? മദർ തെരേസയുടെ ആത്മീയ യാത്ര തുടങ്ങുന്നത് ആൽബേനിയയിൽ നിന്നാണ്. ആഗ്നസ് ഗോൺസ ബൊഹാജിയോ എന്ന കൊച്ചു പെൺകുട്ടി തന്റെ 18-ാം വയസ്സിൽ അയർലൻഡിലെ സിസ്റ്റേഴ്സ് ഓഫ് ലൊറൈറ്റോയിൽ ചേർന്നു. പിന്നീട് ഇന്ത്യയിലെത്തിയ അവർ കൊൽക്കത്തയിലെ ലൊറൈറ്റോ കോൺവെന്റിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചു. എന്നാൽ പുറത്തെ ലോകം യുദ്ധവും ക്ഷാമവും കലാപങ്ങളും കൊണ്ട് കത്തുന്ന കാഴ്ച അവരെ മാറ്റി ചിന്തിപ്പിച്ചു. വിളിക്കുള്ളിലെ വിളി അഥവാ കോൾ വിത്തിൻ എ കോൾ എന്ന് അവർ വിശേഷിപ്പിച്ച ആ അനുഭവം അവരെ കോൺവെന്റിന്റെ സുരക്ഷിതമായ മതിലുകൾക്ക് പുറത്ത് ദരിദ്രരിൽ അതിദരിദ്രരായവർക്കിടയിലേക്ക് നയിച്ചു. 1950 മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിതമായതോടെ മദർ തെരേസയുടെ പ്രവർത്തനം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. കൊൽക്കത്തയിലെ കാളിഘട്ടിൽ മരണാസന്നരായവർക്കായി നിർമ്മൽ ഹൃദയ് എന്ന ഭവനം അവർ തുറന്നു. ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി ശിശുഭവൻ സ്ഥാപിച്ചു. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ അവരെ കരുണയുടെ പ്രതീകമായി അവതരിപ്പിച്ചു. BBC ഡോക്യുമെന്ററികൾ അവരെ ലോക പ്രശസ്തയാക്കി മാറ്റി. ദശലക്ഷക്കണക്കിന് ഡോളറുകൾ സംഭാവനയായി ഒഴുകിയെത്തി. എന്നാൽ ഇത്രയധികം പണം വന്നിട്ടും അവരുടെ ആശ്രമങ്ങളിലെ സാഹചര്യം ഞെട്ടിക്കുന്നതായിരുന്നു എന്ന് പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. മദർ തെരേസയുടെ ആശ്രമങ്ങളിൽ രോഗികൾക്ക് കൃത്യമായ മരുന്നോ ചികിത്സയോ ലഭിച്ചിരുന്നില്ല എന്ന ആരോപണം ശക്തമാണ്. ഉപയോഗിച്ച സൂചികൾ പച്ചവെള്ളത്തിൽ കഴുകി വീണ്ടും ഉപയോഗിച്ചിരുന്നു എന്നും വേദന സംഹാരികൾ നൽകുന്നതിന് പകരം രോഗം സഹിക്കുന്നതിന് ദൈവത്തോട് അടുപ്പിക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു എന്നും പല മുൻ വോളണ്ടിയർമാരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകമെമ്പാടും നിന്ന് വന്ന കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകൾ എവിടെ പോയി എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. ആ പണം ദരിദ്രരുടെ ഉന്നമനത്തിന് പകരം വത്തിക്കാൻ ബാങ്കിലേക്കും കത്തോലിക്ക സഭയുടെ പ്രചരണത്തിനുമാണ് ഉപയോഗിച്ചതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. മറ്റൊരു പ്രധാന ആരോപണം മതപരിവർത്തനത്തെക്കുറിച്ചാണ്. മരണക്കിടക്കയിൽ കിടക്കുന്ന ഇതര മതസ്ഥരായ രോഗികളെ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മാമോദീസ മുക്കി ക്രിസ്തു മതത്തിലേക്ക് മാറ്റിയതായും പറയപ്പെടുന്നു. കൂടാതെ ലോകത്തെ വലിയ സാമ്പത്തിക തട്ടിപ്പുകാർക്കും ഏകാധിപതികൾക്കും മദർ തെരേസ സംരക്ഷണം നൽകിയതും അവരിൽ നിന്ന് പണം വാങ്ങിയതും ലോക വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുമുണ്ട്. ചാൾസ് കീറ്റിംഗ് എന്ന വലിയ തട്ടിപ്പുകാരനു വേണ്ടി അവർ കോടതിയിൽ ദയാഹർജി നൽകിയത് ഇതിന് ഉദാഹരണമാണ്. മദർ തെരേസയുടെ വിശുദ്ധ പദവിയെക്കുറിച്ചും സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവർ പ്രവർത്തിച്ചതായി പറയപ്പെടുന്ന അത്ഭുതങ്ങൾ വെറും ചികിത്സാ ഫലങ്ങളായിരുന്നു എന്ന് അവകാശപ്പെട്ട് പല ഡോക്ടർമാരും രംഗത്തെത്തിയിരുന്നു. എങ്കിലും 2016 വത്തിക്കാൻ അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ലോകം ഇന്നും അവരെ ഒരു വിശുദ്ധയായി കാണുന്നുണ്ടെങ്കിലും അവർക്ക് പിന്നിലെ യാഥാർത്ഥ്യം സ്നേഹവും സേവനവും മാത്രമായിരുന്നോ, അതോ കൃത്യമായ അജണ്ടയുള്ള ഒരു മതപ്രചരണമായിരുന്നോ എന്ന ചോദ്യം ഇന്നും അവശേഷിക്കുകയാണ്.